പിന്നെ എല്ലാത്തിനും മണ്ണിട്ട് കൊടുക്കണം, ഒക്കെ വേരും തിന്നും. അപ്പോൾ വളം ചേർത്തിട്ടാണ് ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി ഒരു ചാക്ക് ചാണകപ്പൊടി. ഓരോരുത്തരും വേറെ വേറെ കോലത്തിലേക്കാരോ ഇതൊക്കെ ഉപയോഗിക്കൽ. ഞാൻ ഉപയോഗിക്കുന്നത് ഡോളോമേറ്റ്. ഇതിങ്ങനെ ഇട്ട് കൊടുക്കും, കുറച്ചിട്ട് കൊടുക്കും കേട്ടോ. അത് പുതിയ മണ്ണാണ്. പിന്നെ ചാണകപ്പൊടി ഇടുമ്പോഴേ അത് മതി. പിന്നെ ഇതിലിടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതെന്താ സാധനം അറിയാം? ഇതാണ് മുട്ടത്തോട് പൊടിച്ചത്. കോഴിമുട്ടൻ്റെ തോട് പൊടിച്ചതാണ്. നമ്മളെ ചെടികൾക്ക് തക്കാളിക്കൊക്കെ നല്ല വളമാണ്, പച്ചമുളകിനൊക്കെ ബെസ്റ്റാണ്. പിന്നെ ഇത് കടല പിണ്ണാക്ക്, ഇത് കുറച്ചിട്ട് കൊടുക്കും. വേപ്പിൻ പിണ്ണാക്ക്, വേരുകളിൽ നിന്ന് വരുന്ന ഓരോ പ്രശ്നങ്ങൾ, ഓരോ അസുഖങ്ങൾ മാറാനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ. കുറച്ച് കോഴിക്കാട്ടം, അതേപോലെ കുറച്ച് വെണ്ണീരും. ഒക്കെ വെണ്ണീര് കേട്ടോ, വെണ്ണീര് ഒറ്റ പിടിയുള്ളൂ. ഇതിൽ മിക്സ് ചെയ്താൽ ഇതല്ലോ സിമെൻറ്റ് കുഴക്കണം, വെള്ളം കുഴക്കുക, എല്ലായിടത്തും മിക്സ് ആക്കുക. ഇതിലെ പുല്ലൊക്കെ പറിച്ചിട്ടേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന് വളമിടലുമായി മണ്ണിട്ട് കൊടുക്കലുമായി. ഞാൻ ചെയ്യുന്ന ശൈലി ഇങ്ങനെയാണ് കേട്ടോ. ഇത് നല്ല റിസൾട്ടാണ്. ഇതിലുള്ള മണ്ണുണ്ടല്ലേ, അതിൽ മുക്കാൽ ഭാഗം നമ്മൾ എന്താ ഉണങ്ങിയ ഇത് ചമ്മൽ, ഇതങ്ങനെ കായുണ്ടല്ലേ നല്ല ഉഷാറായിട്ട് വരുന്നത്. നമ്മൾ വളം ചേർക്കുമ്പോൾ ഫസ്റ്റിൽ നല്ല ക്ലിയറായിട്ട് ചേർക്കും. അതേമാതിരി രണ്ടാമത് ഇടുമ്പോഴും ഇട്ട് കൊടുക്കലും ഇതേമാതിരി. ഈ ഗ്രോ ബാഗിലാകുമ്പോൾ മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ മണ്ണല്ലേ, അപ്പോൾ ഈ വെള്ളം നനച്ച് കൊടുക്കുമ്പോഴേ ഇത് ഒഴിഞ്ഞു പോകും കുറേയൊക്കെ. അപ്പോൾ അതിന് മണ്ണ് ഇട്ട് കൊടുക്കൽ നിർബന്ധം. അപ്പോൾ നമ്മൾ ചെയ്യൽ ഇങ്ങനെയാണ്. Ini matang bilik warna.